ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തണ്ട് കീഴിലേക്ക് പോവാം. യെസ്, ഇന്നലെ എന്നെ കരയിച്ചു വിട്ടു ചെറുക്കൻ. അതിനുള്ള പകരം ഇന്ന് ചോദിച്ചിരിക്കും. പക അത് തീർക്കാനുള്ളതാണ്. തീർക്കണം. കുറേ ആയി. അല്ല, ഞാനൊക്കെ പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആളാ. കലിപ്പടക്കണം, കപ്പടിക്കണം. പക്ഷെ കപ്പടിക്കാറില്ല. കലിപ്പ് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. എന്തെങ്കിലും അടിക്കും. ഇന്നത്തെ അജണ്ട പറ. അജണ്ട എന്താ ഏറ്റവും വലുത് കിട്ടുന്നത്? ഓക്കെ, ഹെഡ്. ഒരുപാട് പേര് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇത് മാറ്റി വിളിക്കുന്നത്. മാറ്റി വിളിച്ചിട്ട് ഇത് തന്നെ അവസ്ഥ. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഇവർ പറഞ്ഞത് സത്യം മറ്റൊന്നാണ്. അതായത് എനിക്ക് ടോസ് ഇടാൻ അറിയില്ല, അതാണ് സത്യം. ടോസ് പോയി, സാരല്ല. ഗുരുവായൂർ അമ്പലം നടയും. കൊള്ളാം. സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ട്രെയിലർ ലോഞ്ച് നടക്കുന്നത് മെയ് 10-ാം തീയതി 7:30 കേട്ടോ. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും. 12 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ നോക്കാം. നേരത്തെ ആക്കിക്കൂടാ, അല്ലെ ട്രെയിലർ വിട്ടതിന് ശേഷം ഒരു ലോഞ്ചോ എന്തോ വെച്ച് നടത്തിക്കോളൂ അല്ലേ? നിങ്ങൾ എന്തോ നടത്തിക്കോളാം, ഞങ്ങൾ മെയിൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ചെയ്യാത്തത് മെയിൻ ചെയ്യില്ല. ഓ കൊള്ളാം, ഇത് അതിനു വേണ്ടി കാത്തിരിക്കും. ഓക്കെ, അടുത്ത കിഴി. DNA സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നെൽസൺ വെങ്കടേഷനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ അഥർവ, നിമിഷ സജയൻ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. DNA. ഓക്കെ, അഥർവയുടെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാം. അടുത്തത് ഓക്കെ, DNA. എന്തിൻ്റെ DNA ആയിരിക്കും? മായാവൺ. വാവ്. സന്ദീപ് കിഷൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. സൂപ്പർ ഹീറോനെ ആയിരിക്കും. പിന്നെ കയ്യെങ്കിലും സൂപ്പർ ഹീറോന്റെ ആയിരിക്കും. അയൺമാന്റെ പോലെ. CV കുമാറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. സന്ദീപ് കിഷൻ അടിപൊളിയാ. ഭീകരമായ സ്ക്രീൻ പ്രസൻസിനാണ്. ആറ്റിറ്റ്യൂഡും ഒരു രക്ഷയില്ലാത്ത ആളാണ്. ഓക്കെ, അടുത്ത കീഴ് വേട്ടയ്യൻ. രജനികാന്ത് നായകനാവുന്ന വേട്ടയ്യൻ സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് മറ്റൊരു താരം കൂടി ഉണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അതായത് ഇന്നലെ ബിഗ് ബോസ് സീസൺ 6 ഒരു അതിഥിയായിട്ട് നമ്മുടെ സാബുമോൻ അബ്ദുൽ സമദ് വന്നിട്ടുണ്ടായിരുന്നു. ആളെക്കുറിച്ച് ആളുടെ ഒരു ഇൻട്രോ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞതാണ്, അതായത് വേട്ടയ്യൻ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ സാബുമോൻ വരുന്നുണ്ട്. അത് ഇതുവരെ പുറത്ത് പറയാത്തൊരു സാധനമായിരുന്നു. ബിഗ് ബോസിനെ കൊണ്ട് അത് പറ്റി. അതെ, സസ്പെൻസ് ആക്കി വെച്ച സാധനം പുറത്തിട്ട് പൊളിച്ചടിക്കാലോടാ. അടുത്തത് L360. ഓക്കെ, സിനിമയിലേക്ക് ജെയ്ക്സ് ബിജോയ് ഓൺ ബോർഡ്. അപ്പം മ്യൂസിക്കിന്റെ കാര്യത്തിൽ ജെയ്ക്സ് ബിജോയ് തീരുമാനമായിട്ടുണ്ട്. പിന്നെന്താ? ഓക്കെ, അടുത്ത കിഴി. നീയാണെങ്കിൽ മ്യാവുന്ന്. സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഫാർസ് ഫിലിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, ഫാർസ് ഫിലിംസ്. ഞാൻ ആലോചിച്ചേ, കേൾക്കുന്നവർക്ക് മ്യാവ് ഏതെന്താ പൂച്ചക്കുട്ടിയാ. അടുത്തത് പവർ ഇല്ല. സ്വയംഭൂ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നിഖിൽ സിദ്ധാർത്ഥ് നായകനാവുന്ന സിനിമയാണ്. ഭരത് കൃഷ്ണമാചാരി ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പോസ്റ്റർ ഒരു ക്വാളിറ്റി ഇല്ല. ആദ്യത്തെ പോസ്റ്റർ കിടിലം പോസ്റ്റർ ആയിരുന്നു കേട്ടോ. ഇതൊരു സുഖമല്ല, അതിന് ഒരു വൈബ് കിട്ടുന്നില്ല. കട്ട് ചെയ്തുകൊണ്ട് വെച്ച പോലെ ഫീൽ ചെയ്യണം. അതായത് വലിയൊരു സാധനം, മറ്റേ ഒരു യുദ്ധത്തിന്റെ മല്ലയുദ്ധം കളം, അതിന് മുന്നിൽ ഒരാളെ കട്ട് ചെയ്തെടുത്ത് കൊണ്ട് വെച്ചേക്കണ പോലെ. കുഴപ്പമില്ല. ഓക്കെ, അടുത്ത കിഴി. പുഷ്പ 2 സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പോസ്റ്ററൊക്കെ പഴയത് തന്നെ, പക്ഷെ 100 ദിവസം കൂടി ഇനി. 100 ദിവസേ ബിഗ് ബോസിൽ പോയി കിടക്കായിരുന്നു ഇത്ര ദിവസം. ഓഗസ്റ്റ് 15 സിനിമ റിലീസിനെത്തും. എന്താ 100 ദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നു. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. ശരിയാടാ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ. പോയില്ലല്ലോ. അടുത്തത് ബസൂക്ക.
ബസൂക്ക സിനിമയുടെ റിലീസ് പ്ലാനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം റിലീസായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. പക്ഷെ അതിന് മുന്നേ എത്തുമോ എന്നുള്ള കാര്യമാണ് സംശയം. ഓഗസ്റ്റ് 22-ാം തീയതി റിലീസിനായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. യെസ്, ഇനി ഒരു 3 ദിവസത്തെ ഷൂട്ടും കൂടെ ഉണ്ട് അല്ലേ? എന്തോ പെൻഡിങ് വർക്ക് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. റീഷൂട്ട് ആവോ അറിയില്ല. പാച്ച് വർക്കും കഴിഞ്ഞതാണല്ലോ. ശരിയാണല്ലോ. എന്നാ റീഷൂട്ട് എന്തോ ഒരു സാധനം കറക്റ്റ് ആയിട്ടില്ല. അതെ. അമ്പോ ബാഹുബലി 3 കാപ്പടിച്ചടാ, കലിപ്പടക്കടാ. ബാഹുബലി 3 സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് നമ്മുടെ SS രാജമൗലി വന്നിട്ടുണ്ട്. ആള് RRR കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടിയിരുന്ന സിനിമ ശരിക്ക് ബാഹുബലി 3 ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രഭാസുമായിട്ട് ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ SSMB 29 ഉണ്ടല്ലോ, അതിനുശേഷം ബാഹുബലി 3 ചെയ്യുന്നു. ശരിക്ക് അതർക്ക് കിട്ടാൻ തരുന്നില്ലേ? എപ്പോൾ വിടണമായിരുന്നു വെറുതെ ചുമ്മാ അല്ല. അപ്പം കണ്ടിന്യൂസ് ഒരേ പാറ്റേണിലുള്ള സാധനമായി മാറും. വേറെ വരണം എന്നുള്ളത് നോക്കുമ്പോൾ അത് നോക്കിയിട്ടായിരിക്കും. അടുത്തത് നോക്കാം. ക്ഷീണമുണ്ട്, എന്നാലും ആ ക്ഷീണം നമുക്ക് മാറ്റാന്നേ. എന്തിനു പേടിക്കണം കിഴി. കൽക്കി 2898 2898 അങ്ങനെ തന്നെ പറയും. മുകളിലേക്ക് വരില്ല ഇപ്പം ഉള്ളതില് അല്ലേ? അത് നോക്കിയാ മതി. പിന്നെ വരുന്നതില് ഏറ്റവും വലുത് വരാനിരിക്കുന്നതില് അതിന് മുന്നേ ഒരു സിനിമ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇനി 2-3 വർഷം കഴിഞ്ഞ് നമുക്ക് കീഴെടുക്കുമ്പോ അതായത് ലൈഫ് ഉണ്ടല്ലോ, അതിനാണ് കൂടുതൽ. നമ്മൾ ഇന്ന് മുതൽ അന്ന് വരെ ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും കൽക്കി ഇറങ്ങുന്നത് വരെ ചർച്ച ചെയ്യും. ഭയങ്കരം ചർച്ച ചെയ്യണേ. അതിന്റെ ഇടയ്ക്ക് SSMB 29 വരുന്നുണ്ട്. അപ്പൊ അതായിരിക്കും ചർച്ച ചെയ്യുന്നത്. അത് വേറെ ലെവലാണെങ്കിൽ ബാഹുബലി 3 അതുക്കും മേലെ പ്രതീക്ഷിക്കും. തള്ളു എന്താണെങ്കിലും കൽക്കി സിനിമയില് നമ്മുടെ മഹേഷ് ബാബു ഒരു വോയിസ് ഓവർ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് വിഷ്ണുവിന്റെ ക്യാരക്ടറിന് വോയിസ് ഓവർ ചെയ്യുന്നത് മഹേഷ് ബാബു ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഇതിൽ എത്ര കഥാപാത്രങ്ങളാണ് പ്രഭാസ്? 6 ക്യാരക്ടറാണ് പ്രഭാസ് ചെയ്യുന്നതെന്നാണ്. വിഷ്ണു, കൃഷ്ണ, രാമൻ, പിന്നെ കൽക്കി നായകനായിട്ട്, പിന്നെ ഭൈരവ, അങ്ങനെ 6 ക്യാരക്ടർ. ഏതോ ഒരു ക്യാരക്ടറും കൂടി മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. ബുദ്ധ. അങ്ങനെ 6 ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതില് വിഷ്ണുവിന്റെ വോയിസ് ഓവർ നമ്മുടെ മഹേഷ് ബാബു കൊടുക്കും. റൂമറാണ് കേട്ടോ, കൺഫേം ആക്കിയിട്ടില്ല. എന്താണ് ഈ 6 ക്യാരക്ടർ എന്നുള്ളത് എന്തായാലും ഞെട്ടിച്ച് കളഞ്ഞു അല്ലേ? തഗ് ലൈഫ് സിനിമയുടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മുടെ STRന്റെ ക്യാരക്ടർ വീഡിയോ. സംഭവം വീഡിയോ കണ്ടു. ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമായിരിക്കും. വെറുതെ ഇട്ടിട്ട് എപ്പിസോഡ് മൊത്തത്തിൽ കട്ടാകാൻ നിൽക്കണ്ട. കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ആള് പോലീസുകാരനാണ് എന്നുള്ളതാണ് ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ തോന്നി കേട്ടോ. സംഭവം നമ്മുടെ ദുൽഖർ ചെയ്യേണ്ടിയിരുന്ന ക്യാരക്ടറാണ്. ആളപ്പോൾ പോലീസുകാരനുമാണ്, കമൽഹാസൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ മകനുമാണ്. അപ്പൊ കമൽഹാസൻ ആരാ? വില്ലൻ. അപ്പൊ ഞാൻ ആരാ എന്ന് ചോദിച്ചു. ആൾക്കെതിരെ വരുന്നത് മകനായിരിക്കും. അത് നമ്മുടെ റൺവേ സിനിമ അല്ലേ, അതിലുണ്ടല്ലോ അനിയൻ ഏട്ടനെതിരെ പോലീസുകാരനായിട്ട് വരുന്നത്, അതുപോലെ. അടുത്തത് ടർബോ. ടർബോ സിനിമയുടെ മമ്മൂട്ടിയുടെ ബസൂക്കയും ടർബോയും ഒക്കെ ലാലേട്ടൻ ലെജൻസ് ഒക്കെ മച്ചാന്റെ കൂടെയാണ്. എന്താണെങ്കിലും ടർബോ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് സ്വന്തമാക്കി എന്ന് ഭയങ്കര ശക്തമായിട്ട് റൂമറുകൾ വരുന്നുണ്ട്. എന്താണ് ഒഫീഷ്യലായിട്ട് ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് റൈറ്റ്സ് N&N ക്രിയേഷൻസ്. എത്ര രാജ്യങ്ങളിലാണ് അതിന്റെ വേറൊരു വീഡിയോ ചെയ്യാട്ടോ. അത് കുറെ ചെയ്യാനുണ്ട്. കാരണം ഇവര് ഓരോ ദിവസം ഓരോ രാജ്യങ്ങളിലെ വിടുന്നത്. നമുക്ക് ഒരുമിച്ച് അത് കിട്ടൂല. അത് തീരുന്ന അന്ന് നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ചെയ്യാം. ഏതൊക്കെ എത്ര രാജ്യത്തിൽ വരുന്നുണ്ട്. ഭയങ്കര രസമായിരിക്കും. അതെ,
ഗെയിം ചേഞ്ചർ ശങ്കർ സംവിധാനം ചെയ്യുന്ന രാം ചരൺ മൂവി സിനിമയുടെ റിലീസ് ഡേറ്റ് ഒക്ടോബറിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ചാൻസ് കൂടുതലാണ് കൂടുതൽ തന്നെയായിരിക്കും. അത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടു കുറച്ച് അങ്ങോട്ട് നീങ്ങിയില്ലേ, അപ്പോൾ ഒരു മാസത്തോളം, ഒരു മാസം ഗ്യാപ്പ് വന്നില്ല. ആ ഒരു മാസം എന്തായാലും അവിടെ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും വരട്ടെ. ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. ആര് ജയിച്ചു ഇപ്പൊ എങ്ങനെ പറയാ? സിമ്പിളായിട്ട് പറയാലോ. സിമ്പിളായിട്ട് പറ. എങ്ങനെ പറയണം? ഞാൻ ജയിച്ചു സിമ്പിളായിട്ട് പറ. സിമ്പിളായിട്ട് പറഞ്ഞാ മതി. നീ ജയിച്ചു പറയാ. ഉള്ളിൽ നിന്ന് വരണത്. നീ സിമ്പിൾ ആയിട്ട് പറയാനാ പറഞ്ഞ, അല്ലാണ്ട് എന്നോട് ഇമോഷണലി പറയാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ളിൽ നിന്ന് പറ. അതില്ല, ഇനി പറയല്ലോ ഒറ്റ പ്രാവശ്യം. അത് തന്നെ നിനക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ. എന്താണെങ്കിലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.